ഒരു മനുഷ്യായുസിൽ കുടിക്കാവുന്നതിന്റെ മാക്സിമം ഈ ചെറിയ സമയം കൊണ്ട് അവൻ കുടിച്ചു തീർത്തെന്നാ എനിക്ക് തോന്നുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങള് പലതവണ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. പക്ഷെ ചേച്ചിക്ക് വാശിയ. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അമ്പിളി ചേച്ചി തന്നെ വിചാരിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. ഭർത്താവ് എന്ത് തോന്നിയവസം ചെയ്താലും എല്ലാം സഹിച്ച് കൂടെ നിൽക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെയല്ല മോളെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് വഴക്കും പിണക്കവും ഒക്കെ ആവാം. പക്ഷെ അതൊന്നും അതിര് വിടരുത്. പരസ്പര സഹായം വേണമെന്ന് തോന്നുന്ന സമയത്ത് ഒന്നിച്ചുണ്ടാവുക തന്നെ വേണം. അതോ നിന്റെ മനസ്സിൽ ഇപ്പൊ രഘു ഇല്ലെന്നാണോ? ഭാനുമേ, അല്ലല്ലോ. എനിക്കറിയാം രഘുവിന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീ തന്നെയാ. പക്ഷേ നിന്റെ വാശി കാരണം നീ അത് പുറത്ത് കാണിക്കാതിരിക്കുക. അത് സത്യം. ഇണങ്ങിയും പിണങ്ങിയും ഞാൻ ചേച്ചിയോട് പല തവണ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാ. അതാ ഞാൻ പറഞ്ഞത്. ആദ്യം രഘുവിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണണം. ആരോടോ കടപ്പാടുണ്ടെന്നും അത് ചെയ്തു തീർത്തില്ലെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ലെന്നും അവൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ആദ്യം അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതോടെ രഘുവിന് പകുതി ആശ്വാസം കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്തു ചെയ്യാം? കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലല്ലോ. കമ്പനിയിൽ കൂടെ പോകാതായതോടെ പകലും രാത്രിയിൽ സ്വബോധം ഇല്ലാത്ത അവസ്ഥയില. നിന്റെ കുഞ്ഞിന്റെ അച്ഛനാ. നാളെ ലച്ചുമോള് നിന്നെ കുറ്റം പറയുന്ന അവസ്ഥ വരരുത്. തെറ്റ് ചെയ്തവരായാൽ കൂടി അവരെ മനസ്സിലാക്കി കൂടെ നിർത്തുന്നതാണ് വലിയ കാര്യം. ഈശ്വര, ആരായിരിക്കും വന്നത്? ഇനി അയാളെങ്ങാനും ആണെങ്കിൽ ആട്ടി ഓടിക്കാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. വീട്ടിൽ ആരോരും ഇല്ലാത്ത ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. ആരാ? ഞാനാ. ആന്റി എന്താ മാളത്തിൽ ഒളിച്ചിരിക്കുവായിരുന്നോ? എന്തോറ്റി? എന്താ ഇങ്ങനെ പിശാചിനെ കണ്ട പോലെ നോക്കുന്നേ? അല്ല, ആദ്യം നിന്നെ എനിക്ക് മനസ്സിലായില്ല. അല്ല, നീ എങ്ങനെയാ വന്നത്? നിന്റെ വണ്ടി എവിടെ? വണ്ടിയൊക്കെ പുറത്തു വെച്ചിരിക്കുക. നിങ്ങൾ ഗേറ്റ് അടച്ചിരിക്കുവായിരുന്നല്ലോ. ഇവിടെ വേറെ ആരും ഇല്ല ആന്റി? ഇല്ല വിനിയ, എല്ലാവരും ഓരോ വഴിക്ക് പോയിരിക്കുക. അല്ല, നീ എന്താ വന്നത്? ഞാനൊരു പുതിയ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് ആന്റി ഇന്ദ്രനെയൊക്കെ വിളിക്കാൻ വേണ്ടി വന്നതാ. ഓ, എന്ത് സ്ഥാപനം വിനയ? പണ്ടത്തെ പോലെ മൊബൈൽ ഫോണിന്റെ സർവീസ് തന്നെയായിരിക്കും? അതൊന്നുമല്ല. അതിനൊന്നും ഇപ്പൊ വലിയ സ്കോപ്പില്ല ആന്റി. ഞാനിപ്പോ തുടങ്ങാൻ പോകുന്നത് വീടുകളിലൊക്കെ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സ്ഥാപനം. ഓ, അതിന് നീ എന്നെ തന്നെ ക്ഷണിക്കണം. ഇവിടെ ഇന്ദ്രൻ വെച്ച CCTV തുറന്ന് എന്നെ ജയിലിൽ കെട്ടിയ ആളല്ലേ നീ? അയ്യോ ആന്റി, അത് ഞാൻ മനഃപൂർവ്വം ആന്റിയെ കുടുക്കാൻ വേണ്ടി ചെയ്തൊന്നും അല്ല. അന്ന് ആന്റിയെ കുരുക്കിയത് ആന്റിയുടെ മോൻ തന്നെ, ഇന്ദ്രൻ. അതന്നെ.
എന്നെ കുറിക്കവരാരും അനുഭവിക്കാതെ പോവില്ല വിനയ. ആ എന്തായാലും നിനക്ക് മുന്നേറാൻ പറ്റിയ തൊഴിൽ തന്നെയാ നീ തെരഞ്ഞെടുത്തത്. സത്യം പറയാലോ ആന്റി, ആന്റിയെ അന്ന് പോലീസ് പിടിച്ചപ്പോഴാ എനിക്ക് ഈ വീടുകളിൽ CCTV വെക്കുന്ന പരിപാടി കൊള്ളാന്ന് തോന്നിയത്. ചുരുക്കി പറഞ്ഞ എന്റെ പ്രചോദനം ആന്റിയും ഇന്ദ്രനുമാണെന്ന് പറയാം. ആ എന്തായാലും കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഉദ്ഘാടനത്തിന് വന്നേ പറ്റൂ. ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ ആന്റിയുടെ ഫോണിൽ അയച്ചിട്ടുണ്ട്. അതെയോ? മോന്റെ പേരിലാ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ഓ വിജയ് ഇലക്ട്രോണിക്സ് ആൻഡ് സൊല്യൂഷൻസ്. നന്നായി വരട്ടെ വിനയ. അല്ല, ഈ അനന്തം മാഷ മക്കളൊക്കെ കാണോ ഉദ്ഘാടനത്തിന്? ആ പിന്നെ അച്ഛനായിരിക്കും വിളക്കൊളുത്തുന്നത്. ഇരുമോനും അന്ന് വന്നാ പിന്നെ തിരിച്ചു പോകാനിടയില്ല. അതോടെ ഞാൻ വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങും ആന്റി. ആന്റിയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. അനുഗ്രഹമൊക്കെ ഉണ്ടാവും വിനയ. പക്ഷേ ആനന്ദം മാഷ് ഉദ്ഘാടനം ചെയ്യുന്നത് കാണാൻ ഞാൻ വരണോ വിനയ? എനിക്ക് അയാളെ കാണുമ്പോഴേ ചൊറിഞ്ഞു വരും. അയ്യോ, അവിടെ വെച്ച് അലമ്പൊന്നും ഉണ്ടാക്കരുതേ ആന്റി. ഇത് ആന്റിയുടെ സ്വന്തം സ്ഥാപനമാണെന്ന് കരുതണം. ഓ ഒരു കാര്യം ചെയ്യും, ആന്റി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അച്ഛൻ വന്നിട്ട് നാട മുറിച്ചിട്ടങ്ങ് പോവും. അതിനുശേഷം ആന്റി ഐശ്വര്യമായിട്ട് വന്ന് കട കാട്ടോളൂ. എന്താ? ആയിക്കോട്ടെ, ശരി. നീ എന്നാ കേറിയിരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട ആന്റി, എനിക്ക് കുറച്ച് പേരെ കൂടി കാണാനുണ്ട്. ഞാൻ ഇറങ്ങുവാ. ആന്റി ഇന്ദ്രനോടും സത്യനോടും ഞാൻ വന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച കാര്യം പ്രത്യേകം പറയണം. ഞാൻ അവർക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് പ്രത്യേകം അയച്ചോളാം. ഓ ശരി, ഞാൻ പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ചെല്ല്. പിന്നെ ആന്റി വന്നേക്കണം. ഓ ചെല്ല്.